ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയാണ്. അതായത് ഓസ്ട്രേലിയയിലേക്കുള്ള നേഴ്സുമാരുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റിൽ സ്കോർ കുറച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നേരത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മൊഡ്യൂൾ, അതായത് സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ്, ലിസണിങ് 4 മൊഡ്യൂളും ബി സ്കോർ വേണമായിരുന്നു OETക്ക്. അല്ലെങ്കിൽ IELTSനാണെങ്കിൽ 7 ബാൻഡ് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ട് അതായത് റൈറ്റിങ്ങിൻ്റെ സ്കോർ കുറച്ചിട്ടുണ്ട്. റൈറ്റിങ്ങിൻ്റെ സ്കോർ 6.5 അല്ലെങ്കിൽ OETയിൽ നോക്കുവാണെങ്കിൽ ബി സ്കോറാണ് ഇപ്പോൾ വേണ്ടത്. അതായത് റീഡിങ്ങും ലിസണിങ്ങും സ്പീക്കിങ്ങിനും ബിയും, റൈറ്റിങ്ങിനും C+ഉം ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റിങ്ങിൻ്റെ ക്രൈറ്റീരിയയിലാണ് നമുക്ക് സ്കോർ കുറച്ചിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡിൻ്റെ ഒരു സൈറ്റിൽ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കോർ ചേഞ്ചിങ്ങിലുള്ള ആപ്ലിക്കേഷൻസ് അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ഈ വർഷം 2025 ഏപ്രിൽ മാസം തൊട്ടായിരിക്കും. അതുപോലെ തന്നെ ക്ലബിങ് ഇപ്പോൾ അക്സെപ്റ്റബിൾ ആയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ. അതായത് വിത്തിൻ 1 ഇയർ എഴുതുന്ന 2 സിറ്റിങ്ങിൻ്റെ സ്കോറുകൾ നമുക്ക് കമ്പൈൻ ചെയ്യാം. പക്ഷേ നമ്മുടെ ഒരു സ്കോറും C+ന് താഴെയാകാൻ പാടില്ല. C+ന് താഴെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റത്തില്ല. മിനിമം C+ ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് 2 സിറ്റിങ്ങിൻ്റെ സ്കോറുകൾ കമ്പൈൻ ചെയ്യാൻ പറ്റും വിത്തിൻ 12 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെയായിട്ട് ആ ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കയറി നോക്കാം. നോക്കിയിട്ട് ഇപ്പോഴത്തെ സ്കോറിംഗ് ക്രൈറ്റീരിയ എല്ലാം തന്നെ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെയധികം നല്ലൊരു ന്യൂസാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ ഇപ്പോൾ UK വളരെയധികം റിക്രൂട്ട്മെൻറ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ കൂടെയാണ്. അതുപോലെ തന്നെ ഇപ്പം അയർലാൻഡ് നോക്കിയാലും ന്യൂസിലാൻഡ് നോക്കിയാലും അവിടെയൊന്നും തന്നെ അധികം റിക്രൂട്ട്മെൻറ്റുകളൊന്നും തന്നെ നടക്കുന്നില്ല. മിക്ക ഇംഗ്ലീഷ് കൺട്രീസിലും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ ഡൗൺ ആണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഓസ്ട്രേലിയയിൽ നിന്നും നല്ലൊരു ന്യൂസ് ഇപ്പോൾ നേഴ്സസിന് വരുന്നത്. ഇപ്പോൾ ഇത്രയും ഒരു ടൈറ്റായ സിറ്റുവേഷനിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു സ്കോറിങ്ങിൽ ഇപ്പോൾ റിഡ്യൂസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ OET ഒക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇനി OET എഴുതാൻ പോകുന്നവർക്കൊക്കെ തന്നെ വളരെയധികം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു സ്കോറിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ UKയിലായിട്ട് ട്രൈ ചെയ്ത് CBT ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് NHS ജോബിൻ്റെ വെബ്സൈറ്റിലോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ ബാൻഡ് 5 നേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഹോസ്പിറ്റൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അടിക്കും. ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ നേഴ്സാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ സർജിക്കൽ വാർഡാണോ എന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ബാൻഡ് 5 നേഴ്സും നമ്മുടെ ജോബിൻ്റെ ക്രൈറ്റീരിയയും കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ ഹോസ്പിറ്റലുകളുടെയും ജോബിൻ്റെ താഴെ പോയിട്ട് നോക്കുക. സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതൊരു 100% നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടുമെന്ന്. എങ്കിലും നമുക്കൊരു ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നാണ്. കാരണം നമുക്കിപ്പോൾ ഒരു അപ്ഡേറ്റും തന്നെ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല എന്നാണ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ. റെയറായിട്ട് മാത്രമാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അങ്ങനെ ആക്റ്റീവായിട്ട് റിക്രൂട്ട്മെൻറ്റുകളൊന്നും തന്നെ നടക്കുന്നില്ല ഇപ്പോൾ UKയിലോട്ട്. ഇപ്പോൾ വേറെ ഫർദറായിട്ടുള്ള ഒരു അപ്ഡേറ്റും തന്നെ ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഹോപ്പ്ഫുള്ളി വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. എന്തായാലും എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞാൻ വീഡിയോയിലൂടെ എന്തായാലും അറിയിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും see you on next video. Bye bye.